എടാ അങ്ങോട്ട് നോക്കിയടാ അവനല്ല വന്നത്. നമ്മുടെ നേരം പോക്കല്ലേ അത്? അവനെപ്പിറങ്ങിന്നാവോ? നീ എപ്പ ഇറങ്ങി? പുച്ഛിക്കരുത്. എപ്പ ഇറങ്ങിന്നല്ല, എപ്പൊ വന്നെന്ന് ചോദിക്കും. പിന്നെ നീ ഗൾഫിലൊന്നല്ലായിരുന്നല്ല, ജയിലല്ലേ ഇരുന്ന്. ഇപ്പൊ എങ്ങോട്ടാണ് പോണത്? ഇപ്പൊ ഞാൻ നേരം പോക്കിനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അല്ലെങ്കിലും നിനക്കെല്ലാം നേരം പോക്കാണല്ലോ. അന്ന് സത്യത്തിൽ എന്താടാ സംഭവിച്ചത്? അന്ന് എന്ത് സംഭവിക്കാൻ? എടാ ഞാൻ വീട്ടിലേ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കായിരുന്നു. ഞാനൊരു നേരം പോക്കിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ വീട്ടില് നമ്മുടെ വൈക്കോൽത്തൂറില്ലേ, അതിലേക്ക് ഞാനൊരു തീപ്പെട്ടി വെച്ചാണ്. എന്നിട്ട് എന്ത് തീ അങ്ങടെ ആളി കത്തി. എന്റെ അമ്മോ, നാട്ടുകാരൊക്കെ അങ്ങോട്ട് ഓടിക്കൂടിയിട്ടുണ്ടല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര നേരം പോക്കാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ നല്ല കാര്യം ചെയ്ത്. പോർച്ചിൽ തന്നെ ഒരു കാർന്നൂര് കസാര ഇരിപ്പുണ്ടായി. ഞാൻ ആ കസാരയെ പാടി പൊക്കി അയാളാ കിണറ്റിലേക്ക്. ഈടെ ചൂടല്ലേ, അയാൾ കത്തിക്കരിഞ്ഞൂലേ. പിന്നെ എനിക്ക് നിലത്ത് നിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഭയങ്കര നേരം പോക്കായിരുന്നു. ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ്, പിന്നെ കേസും കൂട്ടവും അറസ്റ്റും ജയിലൊക്കെ ആയിട്ട് ഒരു 6 മാസം നേരം പോയതേ അറിഞ്ഞില്ല. ഭയങ്കര നേരം പോക്കായി. ഓ, അപ്പൊ അങ്ങനെയല്ലേ നീ ജയിലിൽ പോയി? എടാ പിന്നെ ഈ വണ്ടി ഇലക്ട്രിക് വണ്ടിയാണ്. എന്റെ പൊന്നു കൂട്ടുകാരെ, അത് പെട്രോൾ വണ്ടിയാണത്. ഇലക്ട്രിക് വണ്ടി ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തേ പൊട്ടിത്തെറിച്ച് കത്തിക്കരിഞ്ഞു. എടാ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി എന്തിന്? തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടിയില്ലേ? ോടാ അവന് വിഷുവൊക്കെയാണ് പടക്കം പൊട്ടിക്കണോ? അതിന് പൊട്ടിക്കും. നീ സ്റ്റാർട്ട് ചെയ്ത് എടാ പോകല്ലടാ, ഒരു നേരം പോക്ക് കാണിച്ചു തരാ. നേരം പോക്കിന് ഒരു സിഗരറ്റ് വലിക്കാന്ന് വെച്ചാൽ തീപ്പെട്ടി എന്നറിയില്ലേ ഉമ്മാര്.